ഗോല ഗെയിംസ് വെറും 20 രൂപ മാത്രമേ ഉള്ളൂ. എല്ലാം സെറ്റ് ചെയ്തില്ലടാ ലക്ഷ്മണ. എല്ലാം സെറ്റാണ് ഗോപു, എല്ലാം സെറ്റാണ്, എല്ലാം റെഡി. നീ വേണമെങ്കിൽ നോക്കിക്കോ, നമ്മളുടെ സ്റ്റാൾ മാത്രം ഹൗസ്ഫുൾ ആയിരിക്കും. ഹൗസ്ഫുൾ. ജനക്കൂട്ടം വന്നല്ലേ പറ്റൂ, കാരണം ഇത് ഗോപാലിന്റെ സ്റ്റോൾ അല്ലേ. അങ്ങോട്ട് നോക്ക് ഗോപു. ഞങ്ങളുടെ കൂടെ കോമ്പറ്റീഷനോ? നമ്മളുടെ ബിസിനസ് ചതിക്കാൻ അവന്മാര് ചെയ്ത ഈ കാര്യം കണ്ടോ? ഗോപു, ഈടി കൊടുക്ക്, തീർത്തേക്കണം. നമ്മൾ ആരാണ്? വേണ്ട ലക്ഷ്മണ, ഇപ്രാവശ്യം നമുക്ക് ബിസിനസ് വെച്ചുകൊണ്ട് തന്നെ തിരിച്ചടി കൊടുക്കാം. ഇപ്പൊ നമുക്ക് നമ്മുടെ ബിസിനസിന്റെ കാര്യം നോക്കാം. No more 20, only ₹15. ഗോപു, നമ്മളുടെ ഫസ്റ്റ് കസ്റ്റമർ. ഹായ് മിനി, ഞങ്ങളുടെ സ്റ്റോളിലേക്ക് വാ. കം കം, വെൽക്കം. ലോകത്തിലെ ഏറ്റവും നല്ല ഗിഫ്റ്റ്സ് അവിടെ ഉണ്ട്, വെറും 10 രൂപയ്ക്ക്, നിനക്ക് വേണ്ടി മാത്രം. പക്ഷെ ഞങ്ങളുടെ സ്റ്റോളിൽ വെറും 8 രൂപയുള്ളൂ. 8 രൂപ. മില്ലി, നീ ഞങ്ങളുടെ ഒക്കെ ക്ലോസസ്റ്റ് ഫ്രണ്ട് അല്ലേ, അതുകൊണ്ട് ഞങ്ങൾ വെറും 7 രൂപ വാങ്ങിക്കുള്ളൂ. ഓക്കെ അല്ലേ? 6 രൂപ മതി. 5 രൂപയ്ക്ക്, 4 രൂപ, 3 രൂപയ്ക്ക്, 2 രൂപയ്ക്ക്. നിനക്ക് വേണ്ടി ഫ്രീ. ഞാൻ നിനക്ക് ഡബിൾ ഫ്രീ തരാം. ഡബിൾ ഫ്രീ. ഞാൻ നിനക്ക് എനിക്ക് നിങ്ങൾ ഈ ഫ്രീ ആയിട്ട് തരുന്ന ഒരു സാധനവും ആവശ്യമില്ല. നീ കാരണമാണ് മിലി ഞങ്ങളുടെ സ്റ്റാള് വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പോയത്. വേസ്റ്റ് എന്ന് ഞങ്ങളുടെ സ്റ്റാളും ചേർത്താ പറഞ്ഞത്. വേസ്റ്റ് എന്ന് പറഞ്ഞ് നീയും വേസ്റ്റ് ആയി പോയില്ലടാ. നിങ്ങൾ കാരണം മിലി ഇവിടുന്ന് പോയത്. ഞങ്ങൾ അവരടുത്ത് ബെറ്റർ സ്റ്റോളിനെ കുറിച്ചാണ് പറഞ്ഞത്. നിനക്ക് നിന്റെ സ്റ്റോളിന് ഞാൻ വെച്ചിട്ടുണ്ടടാ, വെച്ചിട്ടുണ്ട്. ഗോപു, ഗോപു. നീ പറഞ്ഞത് ശരിയാ. ഞാൻ അവളെ എന്റെ വശത്താക്കും, നോക്കിക്കോ. വാടാ പോകാം. അവള് നിന്റെ അല്ലടാ, എന്റെ ഫ്രണ്ടാ. Come on guys, come on. ഗോപു ഗോപു, ഒന്ന് നിക്കടാ. ഇതൊക്കെ ചീറ്റിംഗ് ആണ്. ഇതിലെന്താ ചീറ്റിംഗ് ഉണ്ടെന്ന് നീ പറ. ഈ ഗെയിമിലെ ടേബിൾ അതെങ്ങനെയാ മൂവ് ആവുന്നത്? ഇത് എന്റെ ഗെയിംസ്, ഇതെന്റെ റൂൾസുമാണ്. മിനി ഗോൾഡൻ ഗിൽസിന്റെ ചാമ്പ്യനാണ്. അവളെങ്ങനെ ഈ ഗെയിമിൽ തോറ്റുപോയത്? അതെ, അവൾ ആകപ്പാടെ വിഷമത്തിലാണ്. നമ്മൾ അവളെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ചേ പറ്റൂ. നീ ചെയ്യുന്നതൊക്കെ ചീറ്റിംഗാ. എല്ലാ ഗെയിംസിലും നീ എന്തോ ഗുലുമാല ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ പേര് ജോൾവാല. എന്റെ ഗെയിമിൽ ഇതുവരെ ആരും ജയിച്ചിട്ടില്ല. ഓക്കെ, നീ 2 ഗെയിമിലും തോറ്റുപോയിട്ടില്ലേ? അതുകൊണ്ട് നിനക്ക് ഒരു ഗെയിമിൽ ഞാൻ ചാൻസ് തരികയാണ്. ഒരു ബമ്പർ ഗെയിമിൽ ജയിക്കാനുള്ളത്. കാശെടുക്ക. നോക്കുന്നത് പെട്ടോ? നോ പ്രൈസോ? Please, please, please. All price, all price, all price. എന്താത്? ഇതൊക്കെ നീ ചെയ്യുന്ന ചതിയാണ്. എനിക്ക് റീഫണ്ട് വേണം. നോക്കടി പെണ്ണേ, ഇവിടെ റീഫണ്ടും ഗീഫണ്ടും ആർക്കും കൊടുക്കാറില്ല. ഞാൻ മിലിയെ ജയിപ്പിക്കോടാ. മെല്ലിക്ക് ഞാൻ ഓൾ പ്രൈസും വാങ്ങിച്ചു കൊടുക്കും. പിങ് പോങ് ബോയ്സ്. ശ്രദ്ധിച്ചു നോക്കടാ ഗോപു, ഞാൻ എങ്ങനെ ജയിക്കാൻ പോകുന്നു നോക്കോ. ലക്ഷ്മൺ, ദേ കണ്ടില്ലേ, ഗോൾഡൻ ഹിൽസിന്റെ ചാമ്പ്യന്റെ കളി കണ്ടില്ലേ? വലിച്ചെറിയടാ. മില്ലി, നിനക്ക് ജയിപ്പിക്കാനൊന്നും പറ്റില്ലടാ. അത് ഞങ്ങൾ സാധിച്ചു കൊടുക്കടാ മാധവ. 1 2 3. എന്ത് പറ്റിയാടാ ലക്ഷ്മണ? അടിച്ച് കളിക്കടാ. കമോൺ ലക്ഷ്മൺ, അവന് കാണിച്ചു കൊടുക്കടാ. ഗോപാലൻ നമ്മളെ വിട്ട് പോവാത്തത് പോലെ, ചെരുപ്പിൽ നിന്നും ചുവിങ്കം ഊരി വരാത്തത് പോലെ, അതുപോലെ ഓരോ മുട്ടയും പൊട്ടിപ്പോവാറില്ല. എന്താ ഡ്യൂപ്ലിക്കേറ്റ് ലക്ഷ്മണ?
കണ്ടോടാ മോനെ, ഇതിന്റെ പേരാണ് ഷോട്ട്. എടാ ഇത് ഷോട്ട് അല്ല, മുട്ട ഓംലെറ്റ് എന്നാ പറയുന്നത്. ഇവന്മാര് രണ്ടുപേരും എന്റെ ശത്രുക്കളാണെന്നാ തോന്നുന്നത്. ഇവന്മാരുടെ കാര്യത്തിൽ ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കളിച്ചോ. എങ്കിൽ പിന്നെ ഈ ഗെയിം കളിച്ച് കാണിക്കടാ. ഇത് വളരെ ഈസി ആണല്ലോ. ഇപ്പൊ ഷൂട്ട് ചെയ്യണം, അതും കണ്ണ് കെട്ടിട്ട് ഷൂട്ട് ചെയ്യണം. ഈസി അല്ല. ഷൂട്ട് ചെയ്യണം ലക്കി. ലക്കി ലെഫ്റ്റ് അല്ലല്ല, ലക്കി റൈറ്റ് 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 അടിക്കടാ. അല്ലല്ല, ഇപ്പൊ ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റിൽ ഷൂട്ട് ചെയ്യ്. വേഗം വേഗം. കണ്ണുണ്ടായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഹിറ്റ് ആൻഡ് റണ്ണിൽ ഞാൻ തന്നെ ജയിക്കും. ദൈവമേ, ഈ ഹിറ്റ് ആൻഡ് റണ്ണിൽ ഗോപു എങ്ങനെയും ജയിപ്പിക്കണേ പ്ലീസ്. ഹിറ്റ് ആൻഡ് റണ്ണിൽ 3 ക്ലാസ് ഉണ്ട്. ഗോപു ഓൾ ദി ബെസ്റ്റ് എടാ. ലക്ക് മൊത്തം ലക്കി എടുത്തിട്ട് വന്നിട്ടുണ്ടടാ. പിന്നെ എന്തിനാണ് ഇപ്പൊ പേടിക്കുന്നത്? വിഷമിക്കണ്ട ഗോപു, സൂപ്പർ പവർ ഉപയോഗിച്ചേരി താഴെ വീഴും. ലക്ഷ്മൺ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നെ ഓർത്ത് നീ വിഷമിക്കണ്ടടാ ഗോപു. ഈ ഗെയിമിൽ നമ്മൾ ജയിച്ചേ പറ്റൂ. നീ കളിക്ക്. ലക്ഷ്മൺ, ഈ ഗെയിമിൽ എന്തോ ഗുലുമാല ഒപ്പിച്ചിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ അവരുടെ ശ്രദ്ധ പിന്തിരിക്കാം. അതിനിടയ്ക്ക് നീ എന്തെങ്കിലും ചെയ്യ. എടോ ജോൽ വാല. അതെ, എന്റെ പേര് ജോൽ ബാല എന്നാണ്. പക്ഷെ ഞാൻ സത്യം ചെയ്യാ. പക്ഷെ ഇപ്പൊ ഞാൻ ഒരു ഗുലുമാല ഒപ്പിച്ചിട്ടില്ല. ഇപ്രാവശ്യം ഞാനൊരു ഗുലുമാല ഒപ്പിച്ചിട്ടില്ല. പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട്. ഗുലുമാല അവന്റെ ഗെയിമിലല്ല, നിന്റെ തലയ്ക്കകത്താണ്. ഓക്കെ ഓക്കെ, ഇനി ഒരു ചാൻസ് ബാക്കിയുണ്ടല്ലോ. ഇപ്പൊ ഞാൻ എന്റെ പവർ എന്താന്ന് കാണിച്ചു തരാം. 2 ചാൻസ് മിസ് ചെയ്തതല്ലടാ നീ. 3ാമത്തെ ചാൻസിൽ നീ എന്ത് ചെയ്യൂടാ? ആ ഗമ്മ അവസാനം നമുക്ക് തന്നെ ആപ്പായി പോയല്ലോടാ. എന്നാ ഈ ഗെയിം കളിച്ച് കാണിക്കടാ. ലക്ഷ്മൺ, എല്ലാം ചെക്ക് ചെയ്തേക്ക്. ഒരുപക്ഷെ നമ്മൾ ഈ ഗെയിമിൽ ജയിച്ചു കഴിഞ്ഞാലേ നമുക്ക് 2 പ്രൈസ് കിട്ടും. പിന്നെ ബമ്പർ പ്രൈസിന് ഫൈനൽ ഗെയിമും കളിച്ചേക്കാം. എല്ലാം ശരിയാ ഗോപു, സ്ട്രെസ് ഒന്നും വേണ്ട. കുഴപ്പമില്ല ലക്ഷ്മണ, ഐ എം ഷുവർ ഇത് തീർച്ചയായിട്ടും കൊള്ളും. എടാ ലക്ഷ്മൺ, നിന്റെ ഉന്നം പിഴച്ചു പോയല്ലോടാ. മിസ്സായി പോയി. എങ്ങനെയെങ്കിലും ഞാനൊന്ന് ജയിക്കണേ. ഇതൊക്കെ ഭയങ്കര ചീറ്റിങ്ങാ. ബിലിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നത് അതൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല മോനെ. അതൊക്കെ എന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. എടാ ചെറുക്ക, നിങ്ങൾ ഒരേ ഒരു ഗെയിമിലാണ് ജയിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ബമ്പർ പ്രൈസ് കിട്ടണമെങ്കിൽ നിങ്ങൾ 2 ഗെയിമിൽ ജയിക്കണം. ഞങ്ങൾക്ക് ജയിക്കാനല്ലേ? നീയും ഒറ്റ ഗെയിമിലേ ജയിച്ചിട്ടുള്ളൂ. സോറി. നിങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ബമ്പർ പ്രൈസ് പോലും ജയിക്കാൻ പറ്റില്ലല്ലേ? പക്ഷെ ഞങ്ങൾ ഒരു ഗെയിമിൽ ജയിച്ചതല്ലേ? അതേപോലെ ഞാനൊരു ഗെയിമിൽ ജയിച്ചതല്ലേ? എന്ന് വെച്ചാല് 1 + 1 2 ഗെയിംസ് എന്ന് വെച്ചാൽ ഞങ്ങൾ 2 പേര് ചേർന്ന് ഫൈനൽ റൗണ്ട്സിൽ ക്വാളിഫൈഡ് ആണ്. ഞങ്ങൾക്ക് ഇപ്പോ ബമ്പർ പ്രൈസ് കിട്ടാനുള്ള വലിയ ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ഒറ്റയ്ക്ക് കളിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോ ഒരുമിച്ച് കളിച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാടാ? ഈ തടിമാടനെ ശരിക്കും ഒരു വക വരത്തനോടാ ഗോപു. നിങ്ങൾ രണ്ടുപേരും ശത്രുക്കളായിരുന്നല്ലോ, ഇപ്പൊ എങ്ങനെ ഒന്നിച്ചു? ഇപ്പൊ നിങ്ങൾ എല്ലാവരും ജോലുബാലയുടെ ജോലി കാണാൻ പോവുക. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഡപ്പാ ഗോളാവും പോവുക. ജോലുബാലയുടെ ജോൽ മനസ്സിലായോടാ?
എന്റെ നേർക്ക് വിരല് നീട്ടുന്നോ? ഇന്ന പിടിച്ചോ. ഒന്ന് വേഗം വാ ലക്കി, ഈ ചോലൊന്ന് കറക്കി വിടടാ. Oh, thank you, Lucky. Bye bye. ലക്ഷ്മൺ, ഞാൻ ആ ജോലുവാലയുടെ റിമോട്ട് പൊട്ടിച്ചത് എന്തായാലും നന്നായി. അല്ലെങ്കിൽ ഈ ഗെയിമിൽ നമ്മൾ തോറ്റു പോകുമായിരുന്നു. എടാ ലക്ഷ്മണ, ഞങ്ങൾ കാരണമാണ് നിങ്ങൾ ജയിച്ചത്. ലക്ഷ്മണ, ഗോപു ഒന്നും ചെയ്തില്ലല്ലോ. ഞങ്ങളുടെ ലക്കിയാണ് വീലും ചുറ്റി കറക്കിയത്, അതുകൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത്.